സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് എക്സ്ട്രീം 160 വിയുമായിട്ടാണ്. സോ അതിൻ്റെ ഒരു നമ്മളൊരു സമ്മറി പറയുവാണെങ്കിൽ, ഒരു ഹങ്കി ബൈക്ക്, ഒരു ബിഗ് ബൈക്ക് ഓടിക്കുന്ന ഫീൽ വരും. മെയിനായിട്ട് പെട്രോൾ ടാങ്ക് അത്ര വലുതായതുകൊണ്ട് തന്നെ, പിന്നെ ആ ഇരിക്കുന്ന പൊസിഷൻ ആണെങ്കിൽ ഒരു ബിഗ് ബൈക്ക് ഫീൽ എനിക്ക് തോന്നിയത്. ഇതിപ്പം ഇരിക്കുന്ന ഫീൽ എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു CB 650R ഓടിച്ചായിരുന്നു. ആ ഒരു രീതി എന്ന ടാങ്കും ഇരിക്കുന്ന പൊസിഷനിലേക്ക് ആ ഒരു ഫീൽ എനിക്ക് വന്നത്. സോ അത്യാവശ്യം ഒരു ഹങ്കി ബൈക്ക്. പിന്നെ എൻജിൻ റിഫൈൻമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ഇറ്റ്സ് ഓക്കെ. എൻജിൻ റിഫൈൻമെന്റ് ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ഭയങ്കര സിൽക്കീസ് ബട്ടർ സ്മൂത്ത് എന്ന് പറയാൻ പറ്റില്ല. ഒരു 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 പവറുള്ള വണ്ടി ഇരിക്കുന്ന ഒരു ഫീൽ തന്നെ എഞ്ചിന് വരുന്നുണ്ട്. ഹങ്കി ആയ ഫീലാണ്. നല്ല ലോ ആൻഡ് ടോർക്കാണ്. സിറ്റി കൂടെ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും. 17 ഇഞ്ച് ടയറുള്ള വണ്ടിയാണ് ഓടിച്ചിരുന്നു. പക്ഷെ ഇത് നമ്മൾ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ഇത് ടേൺ ചെയ്യാൻ റെഡിയാണ് ഈ വണ്ടി, വിച്ച് ഇസ് കൈൻഡ് ഓഫ് റിയലി റിയലി ഗുഡ്. ഓക്കെ, നല്ല രീതിയിൽ അതിൻ്റെ എക്കണോമിക്സ് വന്നിട്ടുണ്ട്. സോ നല്ലൊരു സിറ്റി ബൈക്കാണ്. ഇൻഡെപ്തായിട്ട് ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ മൊത്തം കാണുക. സോ ഇതാണ് ഹീറോ 164V അല്ലെങ്കിൽ ഹീറോ എക്സ്ട്രീം 164Vയുടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വ്യൂ ഇതാണ്. സൈഡിൽ നിന്ന് വരുന്ന വ്യൂ ഇതാണ്. അത്യാവശ്യം ഒരു മസ്കുലർ ഫീൽ നമുക്ക് തരുന്നുണ്ട് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ. നമുക്ക് ബാക്കിൽ നിന്നുള്ള വ്യൂ കൂടെ നോക്കാം. എക്സ്ട്രീം 164Vയുടെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണിത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു സ്മോക്ഡ് ബ്രേക്ക് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് നമ്മൾ അല്ലെങ്കിൽ കാശ് പുറത്തു കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം കമ്പനിയിൽ നിന്ന് തന്നെ കിട്ടുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. സോ വണ്ടിക്ക് ഒരു സ്മോക്ഡ് ഫീലുള്ള ബ്രേക്ക് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് 164Vയുടെ ലുക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫ്രണ്ട്സ്, വണ്ടിക്കൊരു സീരിയസ് ലുക്കാണ് ഹീറോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ സ്പെക്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ വണ്ടി എന്ന് പറയുന്നത് 4 സ്ട്രോക്ക് എയർ കൂൾഡ് 4 വാൽവ് എൻജിനാണ്. 163.2 ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം, 163.2 cc ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് വരുമ്പോൾ 16.9. ഓക്കെ, സോ 16.9 PS അറ്റ് ദ റേറ്റ് 8500 RPM ആണ് പവർ വരുന്നത്. 14.69 ന്യൂട്ടൺ മീറ്റർ അറ്റ് ദ റേറ്റ് 6500 RPM ആണ് ടോർക്ക് വരുന്നത്. പിന്നെ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ ടോർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ വണ്ടി എന്താ 30 പോലും 5th ഗിയർ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പം ഒരു ഹൈവേ ക്രൂസിങ്ങിൽ 5th താഴോട്ട് പോകേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല ഈ വണ്ടി ഓടിച്ചിട്ട്. ഓക്കെ, ബാക്കി എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി എൻജിൻ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും, സോ കംപ്രഷൻ റേഷ്യോ വരുന്നത് 10.1:1 ആണ്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ വരുന്നത് 100/80/17 ആണ്. പിന്നെ ബാക്കിലത്തെ ടയർ വരുന്നത് 130/70/17 ആണ്. ഓക്കെ, പിന്നെ ബാക്കിലത്തേത് മോണോഷോക്കാണ്, 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഫ്രണ്ടിൽ വരുന്നത് KYBയുടെ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് USB ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂൾ ടാങ്ക് വരുന്നത് 12 ലിറ്റർ കേട്ടോ. ഫ്യൂൾ ടാങ്ക് 12 ലിറ്ററാണ് വരുന്നത്. അതുപോലെ വെയിറ്റ് ഒരു 144 കിലോ ആണ് ഈ വണ്ടിക്ക് വെയിറ്റ് വരുന്നത്. ഇത് എന്തായാലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ വണ്ടിയുടെ ക്ലസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ ഓടോ ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, 3 കാര്യങ്ങളെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ക്ലസ്റ്റർ അത്രയും വലിയൊരു ഗുണം എനിക്ക് തോന്നുന്നില്ല. നല്ല വെയിലത്ത് വണ്ടി ഓടിക്കുമ്പം കാണാൻ നല്ല പ്രയാസമുണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. നമുക്ക് വണ്ടിയുടെ സ്വിച്ചസ് ഒന്ന് കാണാം. ഇതാണ് ക്വിൽ സ്വിച്ച്. ക്വിൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അത് ഒന്ന് ടോഗിൾ ചെയ്താൽ ക്വിൽ സ്വിച്ച് ഓണാവും. പിന്നെ ഒന്നുകൂടെ ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകും. ഇത് ഹസാർഡ് കൊടുത്തിരിക്കുന്നു ഇവിടെ. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോൺ, പിന്നെ ഇവിടെയായിട്ട് പാസ്. പിന്നെ ഈ ഒരു ടെക്സ്ചർ രസമുണ്ട് ഇവിടെ. ആ ഒരു ചെറിയ ടെക്സ്ചർ നമുക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു രസമാണ്. അത് നല്ല രസമല്ല, അതൊരു ചെറിയ ഗ്രിപ്പ് നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര മഴയത്തെല്ലാം ഓടിക്കുവാണെങ്കിൽ അത് കൈ തന്നെ പോകാതിരിക്കാൻ ഒരു കുറച്ചെങ്കിലും സഹായിക്കും ആ ഒരു ചെറിയ ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ബൈക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ,
ഇതാണ് എക്സ്ട്രീം 164V ഒരു ഐഡലിംഗ് ശബ്ദം വരുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഈ ഒരു കവറിങ് കുറച്ചുകൂടി നീട്ടുവാണെങ്കിൽ ഈ ഒരു വെള്ളം എനിക്ക് ഒഴിവായി പോകാനേ. അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണും കേട്ടോ. വിച്ച് ഇസ് കൈൻഡ് ഓഫ് സാഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ആ ഒരു സ്മോക്ഡ്, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ല എല്ലാ വണ്ടിക്കാരും ചെയ്യാൻ രസമായിരുന്നു എന്ന് തോന്നുന്നു, അറിയില്ല. ബട്ട് ഒരു സ്മോക്ക് ഫീൽ കൊടുത്തിട്ടുണ്ട് റിയർ ബ്രേക്ക് ലൈറ്റ്. ഡി ആറിലോ അല്ലെങ്കിൽ പാർക്ക് ഇതിപ്പം പാർക്ക് ഓണായി കിടക്കുകയാണ്, അതിൻ്റെ എങ്ങനെ കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു സ്മോക്ഡ് റിയർ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 4V എന്ന് പറയുന്ന ഒരു എൻജിൻ കൗളും അത്യാവശ്യം നല്ല ടച്ചായിട്ടോ വണ്ടി കൊടുത്തേക്കുന്നത്. അത് എന്തായാലും യൂസ്ഫുൾ ആണ് എന്നെനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ലുക്കാണ്. വണ്ടിക്ക് സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പക്ഷേ നമുക്ക് സിംഗിൾ സീറ്റാക്കി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എനിക്ക് ബേസ് വേരിയൻറ്റ് സിംഗിൾ സീറ്റാണെന്ന് തോന്നുന്നു. സോ അത് നമുക്ക് സ്പ്ലിറ്റും സിംഗിളാക്കി എടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു എംബ്രോയ്ഡറി 160R കൊടുത്തേക്കുന്നത് നല്ലൊരു പ്രീമിയം ഫീൽ പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ടച്ചായിട്ട് തോന്നുന്നുണ്ട്. സോ ഈ ഒരു വണ്ടിയുടെ എർഗണോമിക്സ് അല്ലെങ്കിൽ റൈഡിങ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു പക്ക സ്ട്രീറ്റ് ഫൈറ്റ് ഒരു ഫീലാണ് കിട്ടുന്നത്. ഇപ്പം അത്യാവശ്യം പൊങ്ങിയാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സീറ്റിന് നേരെ താഴെയാണ് അത്യാവശ്യം പൊങ്ങിയുമാണ് പെഗ്ഗിരിക്കുന്നത്. സോ നമുക്കത് എന്താ പറയുന്ന കാല് ഒരു ഇച്ചിരി മടങ്ങി തന്നെയാണ്, അല്ലെങ്കിൽ ഇച്ചിരി കമ്മിറ്റഡ് ആയിട്ടാണ് കാലിരിക്കുന്നത്. പക്ഷേ കൈയുടെ കാര്യം വരുമ്പോഴത്തേക്കും കൈ ഹാൻഡിൽ ബാർ ഇച്ചിരി പൊക്കം ഉള്ളതുകൊണ്ട് കൈക്ക് വലിയൊരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് തോന്നത്തില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 17 ഇഞ്ച് വീലാണ് ഫ്രണ്ടിൽ വരുന്നത്, ഫ്രണ്ടിലും ബാക്കിലും 17 ഇഞ്ചാണ്. ഇത് നമ്മൾ മനസ്സ് വെച്ചാൽ അന്നേരം നമ്മളിപ്പോൾ മനസ്സ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടി മാറും. അതുപോലെ നമുക്ക് കൺട്രോളുണ്ട് കേട്ടോ, ഫ്ലിക്ക് ചെയ്ത് മാറാൻ നല്ല കൺട്രോളുണ്ട്. പിന്നെ പറയേണ്ട വേറൊരു കാര്യം, സിംഗിൾ ചാനൽ ABS ആണ്, ഫ്രണ്ടിൽ മാത്രമേ ABS വരുന്നുള്ളൂ. സോ ഒരു എമർജൻസി ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ ഫ്രണ്ട് കുറച്ചുകൂടി ഉപയോഗിക്കാൻ ഓർക്കുക, വിച്ച് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. പിന്നെ C8-ൻ്റെ ടയേഴ്സാണ് വരുന്നത്. നമ്മുടെ സ്പീഡ് ലിമിറ്റിൽ ഞാൻ ഓടിച്ചുള്ളൂ, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഗ്രിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ പറയുന്ന ഒരു സംശയം, അയ്യോ കയ്യിൽ നിന്ന് പോവോ എന്നൊരു സംശയം തോന്നുന്നൊരു ഫീല് കിട്ടിയില്ല. C8-ൻ്റെ ടയർ ആയിരുന്നു. ദാറ്റ് ഈസ് ഫൈൻ. പിന്നെ എൻജിൻ എയർ ആൻഡ് ഓയിൽ കൂളാണ് എൻജിൻ. അത്യാവശ്യം അത്രയും കംപ്രഷൻ ഓടുന്നതുകൊണ്ടായിരിക്കും ചെറിയൊരു ചൂടുണ്ട്, ബട്ട് ഇറ്റ്സ് ഫൈൻ. നമുക്ക് അത് ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫീച്ചറിലേക്ക് പറയുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ. സോ ഫ്രണ്ട്സ്, വണ്ടിയുടെ ഡ്രൈവബിലിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഷോക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. പക്ഷേ സ്പീഡ് കയറുമ്പോഴത്തേക്കും ഒരു ചെറുതായിട്ട് എന്താ പറയുക, അത്രയും സോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഹംസ. സോ ദാറ്റ് ഈസ് വൺ തിങ് ഐ ഡോണ്ട് നോ. പിന്നെ വണ്ടി എങ്ങനെയാണ് ഓടിക്കാന്ന് വെച്ചാൽ നല്ല ടോർക്കിയാണ്. ഞാൻ നേരത്തെ ഫിഗേഴ്സ് പറഞ്ഞിരുന്നു, ടോർക്കിൻ്റെ ഫിഗേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല ടോർക്കിയാണ്. 30 km/h ഫിഫ്ത്തിൽ വണ്ടി വലിച്ചോളും. വലിച്ച് 80, 90, 100 വരെ 30 എന്ന് ഫിഫ്ത്ത് വലിച്ചു കയറിക്കോളും. അത്രയും ടോർക്കിയാണ് ഈ ഒരു വണ്ടി. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കിതിന് മീറ്റർ കൺസോൾ വിസിബിലിറ്റി ഇച്ചിരി ശോകമാണ്. അപ്പം നല്ല വെയിലത്തൂടെ പോകുമ്പോൾ വിസിബിലിറ്റി അത്യാവശ്യം ശോകമാണ് മീറ്റർ കൺസോളിൻ്റെ. 160cc-യിൽ 163.2 ഓക്കെ 163.2cc ആണ് എൻജിൻ കപ്പാസിറ്റി. വണ്ടി അത്യാവശ്യം നന്നായിട്ട് വലിച്ചു കയറിക്കോളും. പിന്നെ നന്നായിട്ട് മാനുവറബിൾ ആണ്. ട്രാഫിക്കിലൂടെ ഓടിക്കാൻ നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. പിന്നെയെന്ന് വെച്ചാൽ സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇത് നമുക്ക് സ്പ്ലിറ്റും അല്ലാതെ നമുക്ക് കിട്ടും, അതിൽ വേരിയൻസ് അനുസരിച്ച്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ ബ്ലൂടൂത്തിൻ്റെ ലോഡ് കാര്യങ്ങൾ, ജിയോ ഫെൻസിങ്, പിന്നെ വണ്ടി മറിഞ്ഞ് വീണാൽ അറിയാൻ വേണ്ടി ഒരു ലോഡ് കാര്യങ്ങൾ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ ബ്ലൂടൂത്തിനുണ്ട്. സോ ഈ ബൈക്ക് ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഹങ്കിയാണ്, അത്യാവശ്യം പവറുണ്ട്, ഒരു വൈബ്സ്, ഒരു വൈബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല. അത് ലോ സ്പീഡ് തൊട്ട് വണ്ടി അങ്ങനെയാണ് അത് ഹീറോ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു
ഒരു എന്താ പറയുക, ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീലാണ് എനിക്ക് തോന്നിയത്. അന്നേരം അങ്ങനെ പവർ കുറഞ്ഞ വണ്ടി ഓടിക്കുന്ന പോലെയല്ല, ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീലാണ് തോന്നിയത്. പിന്നെ വണ്ടി ക്രൂയിസിങ് ഒരു 80 നല്ല സുഖമായിട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത്. അതിനുള്ള പവർ ഉണ്ട് ഈ വണ്ടിക്ക്. സോ സ്ലോ സ്പീഡിൽ ഷോക്സ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. പക്ഷെ സ്പീഡ് കൂടുമ്പോഴത്തേക്കും ഇച്ചിരി ഹാർഡ് ആവുന്നുണ്ട്. ഒരു 50-60 പോയി മറ്റേ പാലത്തിൻ്റെ അടുക്കൽ ജോയിൻ്റെ കൂടെ ചാടിയപ്പോൾ അത്യാവശ്യം ഒരു ജെർക്ക് തോന്നി. അത് ഇച്ചിരി സ്മൂത്താണ്, നല്ലതായിരുന്നു. പിന്നെ സിംഗിൾ ചാനൽ ABS ആണ്. സോ ഫ്രണ്ടിലാണ് ABS വരുന്നത്, ബാക്കിൽ ABS ഇല്ല. ബാക്കിൽ ഒരു പക്ഷേ ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ C8 ടയേഴ്സാണ്, അത്യാവശ്യം നല്ല ഗ്രിപ്പി ടയേഴ്സാണ്. ഒരു ഫിഗറിൻ്റെ ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് വന്നേക്കുന്നത്, കണ്ടല്ലേ? പക്ഷെ നല്ലൊരു ഫിഗർ, ഒരു ടീം ചെയ്യാൻ പറ്റുന്നൊരു ഫിഗറിൻ്റെ ലുക്കാണ്. നല്ലൊരു ഹെഡ്ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ ബാക്കിലത്തെ റെയർ ബ്രേക്ക് ലൈറ്റിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിരുന്നു, റൈറ്റ്? പിന്നെ വണ്ടി അത്യാവശ്യം ഫ്ലിക്കബിളാണ്, എൻജോയബിളാണ്. എന്താ പറയുന്ന, ക്ലച്ച് ഇച്ചിരി ഹെവിയാണ്, പക്ഷേ ഗിയേഴ്സ് ആർ സോ സ്മൂത്ത്. ഭയങ്കര സ്ലിക്കായിട്ട് ഗിയർ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ സോറി, ക്ലച്ച് ഇച്ചിരി ഇതാണ്, ക്ലച്ചിന് ഇച്ചിരി ഒരു പിടുത്തമുണ്ട്. പക്ഷേ ഗിയേഴ്സ് ആർ വെരി സ്ലിക്ക്. നല്ല ടപ്പ് 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 എന്ന് പറഞ്ഞാൽ ഒരു തവണ പോലും മറ്റേ ഫോൾസ് ന്യൂട്രൊന്നും വീണില്ല. അല്ലാതെ തന്നെ നല്ല സുഖമായിട്ട് വണ്ടി നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ബൈക്കിൻ്റെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലോ ആൻഡ് ടോർക്ക് കിടുവാണ്. വണ്ടി സെക്കൻഡ് ഗിയർ 10 മേൽ സ്പീഡുണ്ടോ, സെക്കൻഡ് ഗിയറിൽ നിന്ന് ഇങ്ങനെ ഇഴഞ്ഞോളും. അതുപോലെ തന്നെ 30 സ്പീഡുണ്ടെങ്കിൽ ഫിഫ്ത്ത് ഇട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. 30 തൊട്ട് ഒരു 90-100 വരെ ആ ഫിഫ്ത്ത് ഗിയറിൽ തന്നെ വണ്ടി വലിച്ചെടുത്ത് പൊക്കോളും. ആ ടോർക്ക് കണ്ട് കിടുവായിട്ടുണ്ട്. സിറ്റി ഡ്രൈവിങ്ങിന് അത്യാവശ്യം കിടുവാണ് കേട്ടോ, ഒന്നും പറയാനില്ല.